ഡോപാമിനാർജ് എന്താണെന്നറിയോ? ഇത് സീരിയസ്ലി ഈ ഒരു കാലം നമ്മുടെ ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ കാലമല്ലേ. ഇപ്പൊ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആണെങ്കിലും വെൽനസ് സ്പീക്കേഴ്സ് ആണെങ്കിലും വെൽനസ് മെന്റേഴ്സ് ആണെങ്കിലും ഒക്കെ എവ്രിവെയർ വി ഹിയർ അബൌട്ട് ന്യൂറോ ട്രാൻസ്മിറ്റിങ് അല്ലെങ്കിൽ ഹോർമോൺസ്, നിങ്ങളുടെ കെമിക്കൽ ചേഞ്ചസ് നിങ്ങളുടെ ബോഡീസിനെ എങ്ങനെ എഫക്ട് ചെയ്യും കാര്യങ്ങളൊക്കെ. അപ്പം ഐ ഡോണ്ട് നോ, കാരണം ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാമെങ്കിൽ യു ജസ്റ്റ് ട്രൈ വിത്ത് ഇറ്റ്. ഞാൻ എൻ്റെ സെയിൽസ് കരിയറിൽ അനലൈസ് ചെയ്തൊരു സംഭവമാണ് ഈ ഡോപാമിൻ അർജ്. അതായത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ഈ ഡോപാമിൻ. അപ്പൊ ഇത് കൂടുകയും കുറയുകയും ചെയ്ത സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഈ കൂടുകയും കുറയുകയും ചെയ്യുന്ന സിറ്റുവേഷൻ എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സൈറ്റ് വിസിറ്റ്സ് ഒക്കെ നടക്കുന്നു, പല അതിന്റെ ഫീച്ചേഴ്സ് കാണുന്നു, അമ്യൂണിറ്റീസ് കാണുന്നു, ഡോപാമിൻ റേഞ്ച് എപ്പോഴും ഹയർ സൈഡിൽ നിൽക്കും. ഇനി ഇതിന്റെ ഒരു പ്രൈസിങ് ഡിസ്കഷൻ ഭാഗത്തേക്ക് വരും. ഡോപാമിൻ റേഞ്ച് അയ്യോ ഇതിന് ഇത്രയും പ്രൈസ് ഒന്നുമില്ല, ഞങ്ങൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല, സോ വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. മേടിക്കാൻ വന്നവന്റെയും വിൽക്കാൻ ഇരുന്നവന്റെയും, അതായത് ബയറിന്റെയും സെയിൽസ്മാന്റെയും ഡോപാമിൻ താഴെ വരും. ഇനിയും ഈ ഡോപാമിൻ ലെവൽ കൂടുന്ന വേറെ ഒരു സ്റ്റേജാണ്. കാരണം ഇവർക്ക് സന്തോഷം വരും. ചില ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ഞാൻ ഇതിനു മുമ്പ് പല കഥകളിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഉപദേശികൾ ജീവിതത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലും നടത്താത്ത ഏതെങ്കിലും ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകരായിട്ടോ അല്ലെങ്കിൽ ഈ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ഏതെങ്കിലും ഒരു ജോബിലോ ഒക്കെ ഇരുന്നിട്ട് തന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇതുവരെ ചെയ്യാത്തതായിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ട് പറയും, അയ്യോ മോനെ ഇവിടെ നോ 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 നോ. ഇവർക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ, ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പോകുന്നതെന്നുള്ളത് ഇവർ മൈൻഡ് ചെയ്യില്ല. ഇനി ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ ഡോപാമിൻ ലെവൽ അല്ലെങ്കിൽ ഡോപാമിൻ അർജ് ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന സിറ്റുവേഷനാണ്. ഇവർക്കൊരു പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടു, ഒരു ക്ലയന്റ് വന്നു, ഒരു കസ്റ്റമർ വന്നു, ഒരു ഹി ലൈക്ക് ദ പ്രോജക്റ്റ്. ഈ പല സ്റ്റേജസ് ഓഫ് ഡിസ്കഷൻസ് നടന്നു. നിങ്ങൾ ആ സെയിൽസ് എക്സിക്യൂട്ടീവ് അവനെ കൊണ്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം പറഞ്ഞു. ഇതൊക്കെ ആയിട്ടും സെയിൽ അങ്ങോട്ട് ക്ലോസ് ആവുന്നില്ല. വൈ? വാട്ട്സ് എ റീസൺ? ഫൈനലി ആണ് ഈ ക്ലയന്റ് വന്നിരിക്കുന്ന കസ്റ്റമർ പറയുന്നത്, എൻ്റെ ഒരു അങ്കിളിന് നിങ്ങളുടെ ചെയർമാനുമായിട്ട് വളരെ അടുത്ത റിലേഷനാണ്. അവര് ട്രെയിനിൽ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ രണ്ടറ്റത്തിരുന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുമിച്ചിരുന്ന പോലും അല്ല, രണ്ട് സൈഡിലിരുന്ന്. അപ്പോൾ പുള്ളി കണ്ടായിരുന്നു, ചെയർമാനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല പരിചയമാണ്. ഓക്കെ, നമ്മൾ വിചാരിക്കും നല്ല കാര്യം. പക്ഷെ നമ്മളിത് കേൾക്കുമ്പോൾ ഉള്ളിച്ചിരിക്കും. കാരണം ഈ കസ്റ്റമറുടെ ഈ പറഞ്ഞ ഹാപ്പിനെസ് അങ്ങ് ഉയർത്തി നിൽക്കുകയാണ്. കാരണം എന്താ, ഹീസ് ഗോയിങ് ടു ഗെറ്റ് കാരണം നടന്ന പ്രോജക്റ്റിൽ ഈ ഒരു കണ്ട് ഇഷ്ടപ്പെട്ട പ്രോജക്റ്റിൽ ഹീസ് ഗോയിങ് ടു ഗെറ്റ് എ ബെറ്റർ പ്രൈസ് ഔട്ട് ഓഫ് ദിസ് ഫ്രം ദ ചെയർമാൻ അല്ലെങ്കിൽ ഇതിന്റെ MD കയ്യിൽ നിന്ന്. ഇത് ഞങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിൽ എന്തായാലും നടക്കുന്നുള്ളത് ഉറപ്പായി. കാരണം ഒരു ചെയർമാൻ്റെ അടുക്കലൊക്കെ പോകുമ്പോൾ ഡെഫിനറ്റ്ലി ദ സെയിൽ വിൽ ഹാപ്പൻ. ഞങ്ങൾക്ക് ഇനിയും പ്രശ്നമില്ല. കാരണം ഇനിയും പുള്ളി നോക്കിക്കോളും, അതിന്റെ ബാക്കി പ്രോസസ്സൊക്കെ ഓടിയിടന്ന് ചെയ്യാൻ ഞങ്ങളുടെ സീനിയേഴ്സ് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ അപ്പൊ ഇത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പല സ്റ്റേജസ്, കാരണം ഈ പറഞ്ഞ സൈറ്റ് വിസിറ്റ്സ് കഴിയുന്നു, 2-3 സൈറ്റ് വിസിറ്റ്സ് കുടുംബക്കാരൊക്കെ വന്ന് കാണുന്നു, പ്രൈസിങ് ഡിസ്കഷൻസ് നടക്കുന്നു, ഷെഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ ഈ പറഞ്ഞ സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റാറ്. കാരണം പ്രൈസിംഗിൽ തങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ദിസ് ഫെലോ ഈസ് ടേക്കിംഗ് ഈ പറഞ്ഞ അങ്കിള് ഈ പറഞ്ഞ കസ്റ്റമറെ ഈ ചെയർമാൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ MD അടുക്കലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി ഇത് സംഭവിച്ചിട്ടുള്ള ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ 100-ൽ 100 അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. എങ്ങനെ കളിച്ചാലും സ്ക്വയർ ഫീറ്റിന് മിനിമം 50 രൂപയെങ്കിലും കൂട്ടി വെക്കാതെ ചെയർമാൻ ഈ സെയിൽ ക്ലോസ് ചെയ്യത്തില്ല. പുള്ളി വെറുതെ അല്ലല്ലോ ഇവിടെ ഇരിക്കുന്നേ. എന്താ പ്രൈസ് എന്നൊക്കെയുള്ള ഒരു ഐഡിയ പുള്ളിക്ക് കാണും. ഞങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് വെച്ചിരുന്ന പ്രൈസിനേക്കാൾ പല കാരണങ്ങളും പറയും, മോനെ ആ ഒരു ചെലവിടെ വരും, അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസിനെ കുറിച്ച് ഇത് എന്താ ചിന്തിക്കാനെ എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് പുള്ളി നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന പ്രൈസിനേക്കാൾ ഒരു 50 rupees per സ്ക്വയർ ഫീറ്റ് എങ്കിലും, അതായത് ഒരു 1000 സ്ക്വയർ ഫീറ്റിന്റെ അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ 50,000 rupees എങ്കിലും മിനിമം കൂട്ടി വെക്കാതെ MD ഒരിക്കലും ഈ സെയിൽ ക്ലോസ് ചെയ്യത്തില്ല. അപ്പോ സത്യം പറയും, ഇവിടെ ആരാ മണ്ടരാകുന്നതെന്നുള്ളത് എനിക്ക് പലപ്പോഴും ആ കസ്റ്റമറോടെ കഷ്ടം തോന്നി. കാരണം രാജകീയമായിട്ട് പുള്ളി ഇവരെ വിളിച്ചോണ്ട് പോയ അങ്കിള് അതാ ഞാൻ പോയത് കൊണ്ട് പുള്ളി ഈ പ്രൈസ് എടുത്ത് തന്നു, കണ്ടോ സന്തോഷം. കാരണം ഇവർക്ക് ചെയർമാൻ്റെ ഒക്കെ പോയത് ഇനി ഇത് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. കിട്ടിയത് കൊണ്ട് എങ്ങനെങ്കിലും മിണ്ടാതിരിക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇത് സത്യം പറഞ്ഞാൽ ഈ കഥ പറയാൻ കാരണം ഈ സെയിൽസ്മാൻമാരെ, കാരണം എപ്പോഴും ഒരു കസ്റ്റമർ ആസ് എ കസ്റ്റമർ
നിങ്ങൾ ഒരു ബിൽഡറെങ്കിലും അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ ഉറച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയില് നടക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന ആളാണ്. കാരണം ആൾക്ക് ടാർഗറ്റ് കാണും, ആൾക്ക് നമ്പേഴ്സ് ചെയ്യാൻ കാണും. അപ്പൊ എന്ത് എഫേർട്ട് എടുത്തിട്ടും ഓൺ ബിഹാഫ് ഓഫ് യു ഹിൽ മേക്ക് ദാറ്റ് സെയിൽ ഹാപ്പൻ. അപ്പം ആൾക്ക് എവിടൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്താൻ പറ്റുക, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് തരാൻ പറ്റുന്നതും ഇവർക്ക് തന്നെ ആയിരിക്കും. ആൻഡ് നെവർ തിങ്ക് someone else, പോസിബിളി ഈ പറഞ്ഞ ഒരു ദാറ്റ് പെർട്ടിക്കുലർ അങ്കിൾ ഹൂസ് എ ഇൻഫ്ലുവൻസർ. ആ ഇൻഫ്ലുവൻസർ ആവുന്ന ആ പർട്ടിക്കുലർ അങ്കിളിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു തരാൻ പറ്റുമെന്ന് പറഞ്ഞ് മേളിൽ വിളിച്ചോണ്ട് പോയിട്ട് കയ്യിലിരിക്കുന്ന കാശോടെ കളയുന്ന അവസ്ഥയിൽ എത്തിക്കണം വേണ്ടത്. ദാറ്റ്സ് യുവർ ഡിസിഷൻ.